പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ ആളുകളും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പുരോഗതികളും വ്യത്യാസങ്ങളും നമുക്ക് നൽകിത്തരാൻ ദൈവത്തിന് എപ്പോഴും ഒരുക്കമാണ്. ദൈവം അതിന് മനസ്സുള്ള ദൈവവുമാണ്. എന്നാൽ ആ പുതുക്കവും വ്യത്യാസവും പുരോഗതിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം പകരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ കാണുവാൻ ആഗ്രഹിക്കുന്ന ആ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്ന ആ പുരോഗതികൾ നമ്മിലേക്ക് വന്നു ചെയ്യും. ഇന്നലെ നമ്മൾ പഠിച്ചത് ഏതൊക്കെ വിഷയത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം കാണാൻ ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. നമ്മളത് ഇന്നലെ ജസ്റ്റ് ഒന്ന് അല്പമായിട്ട് മുഖവര ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ വിഷയങ്ങളിലാണ് ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വ്യത്യാസം കാണുവാൻ ആഗ്രഹിക്കുന്നത്, പുരോഗതി കാണാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ഒന്നാമത്തെ വിഷയം നമ്മൾ ഇന്നലെ മുഖവരയായി അല്പമായി ചിന്തിച്ചു. അതിങ്ങനെയാണ്, നമ്മുടെ ദൈവ സ്നേഹത്തിനകത്ത് വ്യത്യാസം കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏത് വിഷയത്തിലാണ്? ദൈവ സ്നേഹത്തിനകത്ത് വ്യത്യാസം കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ മുഖവരയായി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ അകത്തുനിന്നും ഉയരുന്ന സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും മാനുഷിക സ്നേഹമായിരിക്കരുത്. യേശു നമ്മുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് നമ്മുടെ അകത്തു നിന്ന് പുറപ്പെടേണ്ടത് ദൈവ സ്നേഹമായിരിക്കണം എന്ന് ഞാൻ ഇന്നലെ ഓർമ്മിച്ചു. അതുകൊണ്ട് ഈ സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന എല്ലാ മേഖലയിലും മാനുഷിക സ്നേഹത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ദൈവ സ്നേഹത്തെ കുറിച്ചാണ്. നമ്മൾ ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, മാനുഷിക സ്നേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ആ വിഷയത്തിലേക്ക് ഇനി പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തെ ആഴമായി സ്നേഹിക്കുക, സ്നേഹത്തിന്റെ രണ്ട് വശങ്ങൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ദൈവത്തെ ആഴമായി സ്നേഹിക്കുക, ദൈവത്തിൽ നിന്നും സ്നേഹത്തെ പ്രാപിക്കുക, ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് നൽകുക. ഈ രണ്ട് ഘടകങ്ങൾ സ്നേഹത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായ ഒരു ഘടകമാണ് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. സ്തോത്രം. ദൈവത്തെ ആഴമായി സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിച്ചാൽ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ദൈവത്തെ ആഴമായി സ്നേഹിച്ചാൽ അളവില്ലാത്ത തരത്തിലുള്ള ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് പകരപ്പെടുവാൻ ഇടയാകും. ആ സ്നേഹത്തെ നമുക്ക് മറ്റുള്ളവർക്ക് നൽകുവാനും ഇടയായിത്തീരും. ഇന്നലെ സ്നേഹത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ദൈവസ്നേഹം അധികമായി നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ തുടങ്ങിയാൽ, ഈ ദൈവസ്നേഹം അധികമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങിയാൽ, ദൈവസ്നേഹത്താൽ നമ്മളൊന്ന് നിറയപ്പെടാൻ ഇടയായാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതുപോലെ. അപ്പോ ദൈവസ്നേഹത്താൽ നമ്മൾ നിറയപ്പെട്ടാൽ സംഭവിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്തോത്രം, നമ്മുടെ ഭയം മാറിപ്പോകും. നമ്മുടെ ഭയം മാറി പകരം അകത്ത് വലിയൊരു ധൈര്യം വ്യാപരിക്കും. അപ്പൊ ദൈവസ്നേഹത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? ഭയം മാറിപ്പോകുക. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, ദൈവത്തോടുള്ള, അപ്പനോടുള്ള ആഴമായ തികഞ്ഞ സ്നേഹം ഒരുവന്റെ ഹൃദയത്തിൽ വ്യാപരിക്കുമ്പോഴാണ് ആമേൻ ഭയങ്ങൾ മാറിപ്പോകുന്നത്. ഭയങ്ങൾ മാറിപ്പോകുന്നത് നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാടും എത്രയോ ആളുകൾക്ക് എന്തിനെല്ലാം ഭയമാണ്. രക്ഷിക്കപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ആമേൻ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാണ്? പിശാചിനെയാണ്. അത് പെന്തിക്കോസ്തുകാരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഒറ്റ വാക്കിൽ നമ്മൾ പെട്ടെന്ന് ഉത്തരം പറയുന്ന കാര്യമാണ്, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാണ്? പിശാചിനെയാണ്, അല്ലേ? പൊതുവെ ഒരു ദൈവദാസൻ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചാൽ കർത്താവ് വിടിവിക്കുന്നവരാണെന്നും കർത്താവ് സൗഖ്യമാക്കുന്നവരാണെന്നും കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവിന്റെ ദുസ്തുലതയെക്കുറിച്ചും ആ കർത്താവിന്റെ ആർത്തത്തെക്കുറിച്ചും കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ വാതുവരാതെ എത്രയധികം ആമേൻ ഒരു ദൈവദാസൻ ചങ്കുപൊട്ടി പ്രസംഗിച്ചാലും ആരാധിക്കാതെ നോക്കുകുത്തിയായിട്ടിരിക്കുന്ന ആളുകൾ പിശാചിനെ കുറിച്ച് ചില കാര്യങ്ങൾ, അവൻ നിന്നെ വേട്ടയാടുന്നുണ്ട്, അവന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്, അന്ധകാലങ്ങൾ നിന്റെ പുറകെ വരുന്നുണ്ട് എന്നൊക്കെ രണ്ട് വാക്ക് പറഞ്ഞാൽ ഭയങ്കരമായി ആരാധിക്കുന്നത് കാണാൻ കഴിയും. ആ ആരാധന എന്ന് പറയുന്നത് എന്തിൽ നിന്നുള്ള ആരാധനയാണ്? ഭയത്തിൽ നിന്നുള്ള ആരാധനയാണ്. അപ്പോ അവൻ ദൈവമക്കളാണെന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറയുന്നത് പിശാചിനെയാണ്.
മറ്റു പലതിനെയും ഭയപ്പെടുന്ന ആളുകളുണ്ട്. പിശാചിനെ ഭയപ്പെടുന്നവരുണ്ട്, മനുഷ്യനെ ഭയപ്പെടുന്നവരുണ്ട്, ഇരുട്ടിനെ ഭയപ്പെടുന്നുണ്ട്, പ്രതിസന്ധികളെ ഭയപ്പെടുന്ന ആളുകളുണ്ട്, പ്രശ്നങ്ങളെ ഭയപ്പെടുന്ന ആളുകളുണ്ട്, രോഗങ്ങളെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. എവിടെ നോക്കിയാലും എന്തിനേയും ഏതിനേയും ഭയപ്പെടുന്ന വലിയൊരു കൂട്ടം ജനത്തെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാനായിട്ട് കഴിയും. എന്നാൽ ഭയരഹിതമായ ഒരു ജീവിതം, ധൈര്യസമ്പന്നമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ തീർച്ചയായിട്ട് കഴിയും. അതിനൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: തികഞ്ഞ സ്നേഹം ഉണ്ടാകുക. ആഴമായി കർത്താവിനെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ ഭയം മാറിപ്പോകും. പകരം ആത്മാവിന്റെ ധൈര്യം നമ്മുടെ അകത്ത് വരും. നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കിക്കോ. ആമേൻ. പ്രതിസന്ധികളെ ശക്തിയുക്തം നേരിട്ട അഭിഷിക്തന്മാർ, പ്രതിസന്ധികളെ ജീവൻ പോലും പണയപ്പെടുത്തത്തക്ക രീതിയിലുള്ള പ്രതിസന്ധികളെ ശക്തിയോടെ അഭിമുഖീകരിച്ച അഭിഷക്തന്മാരെയൊക്കെ നിങ്ങൾ നോക്കിക്കോ. അവരെല്ലാം ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ചവരാണ്. ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ചവർക്ക് പ്രതിസന്ധികളെ ഭയപ്പെടേണ്ടെന്ന ആവശ്യം വന്നില്ല. കാരണം എന്തെന്നറിയാമോ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 എബ്രായ ബാലന്മാരെ തീച്ചൂളയിലേക്ക് ഇട്ടുകളയാൻ കൽപ്പനയുണ്ടായി. നിങ്ങൾക്കറിയാമോ? തീച്ചൂളയിലേക്ക് ഇട്ടുകളയാൻ കൽപ്പനയുണ്ടായി. എന്താണ് അവരെ തീച്ചൂളയിൽ ഇടുവാൻ കൽപ്പന പുറപ്പെടുവിക്കുവാൻ കാരണം? അവൻ നെബൂഖദ്നേസർ രാജാവ് ഉയർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുത്തവരെ തീച്ചൂളയിലേക്ക് ഇട്ടുകളയാൻ അവൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അതൊരു സാധാരണ തീച്ചൂളയല്ല. ആദ്യം തന്നെ അവർ കൊളുത്തിയ തീച്ചൂളയ്ക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഈ എബ്രായ ബാലന്മാരുടെ തീരുമാനങ്ങൾക്ക് അല്പസ്വല്പമെങ്കിലും മാറ്റം വരുമോ എന്നറിയേണ്ടതിന് അവർ തീയുടെ ശക്തി 7 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. 7 ഇരട്ടിയായി തീയുടെ ശക്തി വർദ്ധിപ്പിക്കുമ്പോഴെങ്കിലും ഈ എബ്രായ ബാലന്മാർ പുറകിലേക്ക് മാറുമെന്ന് അവർ വിചാരിച്ചത്. പക്ഷേ 7 ഇരട്ടിയായി തീയുടെ ചൂട് വർദ്ധിക്കുന്നോ സ്നേഹം അവർക്ക് വർദ്ധിച്ചു വരികയായിരുന്നു. ആ സ്നേഹത്തിൽ നിന്ന് എബ്രായ ബാലന്മാർ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിഞ്ഞാലും വിടുവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നെബൂഖദ്നേസറിന്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഇതാണ് തികഞ്ഞ സ്നേഹം. ഇതാണ് തികഞ്ഞ സ്നേഹം. ആ തികഞ്ഞ സ്നേഹമാണ് എരിയുന്ന തീച്ചൂളയിലേക്ക് തങ്ങളുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ അവരെ പ്രാപ്തമാക്കിയത്, അവരെ ധൈര്യപ്പെടുത്തിയത് കർത്താവിനോടുള്ള തികഞ്ഞ സ്നേഹമായിരുന്നു. സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ദാനിയേലിനെ ഇട്ട് കളയണമെന്നുള്ള രാജകൽപ്പന വന്നപ്പോൾ തന്നെ ഏത് സമയവും പിന്മാറാനുള്ള മുഴുവൻ സാധ്യതകളും ദാനിയേലിനുണ്ടായിരുന്നു. പക്ഷെ അപ്പനോടുള്ള, ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം ആ സിംഹത്തിന്റെ ഗുഹയിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദാനിയേലിനെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്പനോടുള്ള തികഞ്ഞ സ്നേഹത്താൽ പ്രാണനെ പോലും ഏൽപ്പിച്ചു കൊടുക്കാൻ എബ്രായ ബാലന്മാർ അല്ലെങ്കിൽ ദാനിയേലൊക്കെ തയ്യാറായപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? സ്തോത്രം. അവർ നോക്കി നിൽക്കെ തന്നെ, ജനം നോക്കി നിൽക്കെ തന്നെ ആരവരെ തീയിലേക്ക് എറിഞ്ഞു കളഞ്ഞോ അവര് നോക്കി നിൽക്കെ തന്നെ ദൈവം ആ തീയിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച അവർക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പനോട് എത്രത്തോളം സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ, അപ്പനോട് എത്രയധികം സ്നേഹം പുറത്തു വരുന്നുണ്ടോ, അതിനനുസരിച്ച് നിന്റെ പ്രതിസന്ധിയിലേക്ക് കർത്താവ് ഇറങ്ങി വരും. എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും അപ്പനോടുള്ള സ്നേഹം കൈവിടാത്തവന്റെ അരികിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ദൈവം മറ്റൊരുവനെ അയക്കുകയല്ല ചെയ്യുന്നത്. ദൈവം നേരിട്ട് ആ പ്രതിസന്ധിയുടെ നടുവിലേക്ക് ഇറങ്ങി വരും. സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. സ്നേഹിക്കുന്ന ഒരുവൻ ഉണ്ടെന്ന് മനസ്സിലായാൽ അവന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ കർത്താവിന് കഴിയില്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലേക്കും കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ 7ാമത്തെ ദിവസം ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? ഹൃദയംഗമായി കർത്താവിനെ ഒന്ന് ആഴമായി സ്നേഹിക്കാൻ എന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നുവെന്ന് ഇന്ന് ഈ രാത്രിയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ നിന്റെ പ്രതിസന്ധികൾ നീ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയില്ല എന്ന് മാത്രമല്ല, നിന്റെ പ്രതിസന്ധിയിൽ അതിനെ തരണം ചെയ്യുക മാത്രമല്ല, അതിനെ ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ പ്രവൃത്തിയും നിന്റെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ തീ കൂട്ടി 7 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു എബ്രായ ബാലന്മാരെ അതിലേക്ക് എറിഞ്ഞതിന് ശേഷമല്ല കർത്താവ് പ്രത്യക്ഷനായത്. തീ കൂട്ടാൻ പദ്ധതി ഇട്ടപ്പോഴേ കർത്താവ് പ്രത്യക്ഷനായി. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് രാത്രി അങ്ങനെ കർത്താവിനെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും.
കാക്കും. ഏതിനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? രോഗത്തെയാണോ ഭയപ്പെടുന്നത്? സൗഖ്യമാക്കാൻ കഴിയുന്ന യേശു അകത്തില്ലേ? അവൻ പിശാചിനെയാണോ ഭയപ്പെടുന്നത്? അവന്റെ തലയെ തകർത്തവൻ കൂടെയില്ലേ? ആരെ ഭയപ്പെടണം? സ്തോത്രം. ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അധികം അപ്പനെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ഏത് സമയത്തും പ്രവർത്തിക്കാൻ ജാഗരൂകരായിരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ശബ്ദമുയർത്തി കർത്താവ് ശക്തിയോടെ. അപ്പോ സ്നേഹത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് തികഞ്ഞ സ്നേഹമുള്ളവൻ ഭയപ്പെടുകയില്ല, അത് ഭയത്തെ പുറത്താക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്തോത്രം, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത്? അപേക്ഷകളും യാചനകളും മാത്രമാണോ പ്രാർത്ഥന? അല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പനോട് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സംഭാഷണമാണ് പ്രാർത്ഥന. ഒരു കൊച്ചുകുഞ്ഞ് അവൻ പിതാവിന്റെ മടിയിൽ കയറിയിരുന്ന പിതാവിനോട് സ്നേഹ സംഭാഷണം ചെയ്യുന്നത് പോലെയാണ് സ്നേഹമുള്ള ഒരു ദൈവപരിധിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പരിഭവങ്ങളും പരാതികളും പരാതിപറച്ചിലുകളും മാത്രമല്ല പ്രാർത്ഥന. അപ്പനെ സ്നേഹിക്കുന്ന ഒരു ദൈവപരിധിന് അപ്പനോട് സംസാരിക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രാർത്ഥന ഒരു ബോധൻ പരിപാടിയായിട്ട് തോന്നുന്നുണ്ടോ? പല ആളുകൾക്ക് പ്രാർത്ഥന ഒരു ബോധൻ പരിപാടിയാണ്. അരമണിക്കൂർ പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നാൽ 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ പറ്റില്ല. വിഷയങ്ങൾ പെട്ടെന്ന് തീർന്നു പോകും. ഇനി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഭയങ്കര ബോറടിയാണ് പ്രാർത്ഥന. പക്ഷെ സ്നേഹത്തിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നമ്മോട് ഇഷ്ടമുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് എത്ര അധികം വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സംസാരിക്കും. അത് ഫോണിൽ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എത്ര നേരം വേണമെങ്കിലും അവരോട് കൂടെ ഇരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അവരോട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അതെ, അവരോട് കൂടെ എത്ര ദിവസവും ചെലവഴിക്കാനും നമുക്ക് ഇഷ്ടമാണ്. ഇതുപോലെയാണ് സ്തോത്രം. അപ്പനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴും കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോഴും ആ സ്നേഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ പ്രാർത്ഥന നമുക്കൊരു ഓരോ പരിപാടി ആയിരിക്കില്ല. ആ പ്രാർത്ഥന നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും. അപ്പനോട് സംസാരിക്കുന്നത്, അപ്പനോട് പ്രാർത്ഥിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് ആസ്വാദ്യകരമായി മാറും. അപ്പൊ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹത്തിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇനി ആരാധിക്കണമെങ്കിലോ ചില ആളുകൾക്ക് കൈയടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈ ഉയർത്തുക എന്ന് പറയുന്നത്, ഉറക്കെ പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര നമ്മുടെ പല സഭകളിലും ആരാധനയുടെ സമയം കഴിഞ്ഞിട്ടാണ് പ്രസംഗം ആകാറാകുമ്പോഴാണ് പല ആളുകളും ആരാധനയ്ക്ക് വരുന്നത്. കാരണം അവർക്ക് 10 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, അവർക്കൊന്ന് കൈയടിക്കാൻ വയ്യ, അവർക്കൊന്ന് കൈകൾ ഉയർത്താൻ വയ്യ, ഉറക്കെ പാട്ട് പാടാൻ വയ്യ. അവർക്ക് ആരാധന ഒരു ഓരോ പരിപാടിയാണ്. പക്ഷേ ആരാധന നമുക്ക് ആസ്വാദ്യകരമാകണമെങ്കിൽ, ആരാധന നമുക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറണമെങ്കിൽ അവൻ കടപ്പാടിൽ നിന്ന് നമ്മൾ ആരാധിക്കരുത്, മറിച്ച് നമ്മൾ സ്നേഹത്തിൽ നിന്ന് ആരാധിക്കണം. ശബ്ദമുയർത്തി കർത്താവിനെ സ്നേഹത്തിൽ നിന്ന് ആരാധിക്കുമ്പോൾ മാത്രമേ ആ ആരാധന അനുഗ്രഹമായി മാറുകയുള്ളൂ. ദൈവ സാന്നിധ്യത്തിന്റെ നിറവിലും ആത്മാവിന്റെ സന്തോഷത്തിലും ആ ആരാധന നമുക്ക് അനുഗ്രഹത്തോടെ, അല്ലെങ്കിൽ ആരാധന നമുക്ക് ആസ്വാദികരമായിട്ട് കർത്താവിനെ ആരാധിക്കാൻ കഴിയണമെങ്കിൽ സ്നേഹം വർദ്ധിക്കണം. സ്നേഹം വർദ്ധിക്കാതെ ആരാധിച്ചില്ലെങ്കിൽ ആ ആരാധന നമുക്ക് ഒരിക്കലും ആസ്വാദികരമാകില്ല. നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ട്, ബന്ധനമഴിയും കെട്ടുകളഴി ആരാധനയിൽ, ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിൽ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിൽ, ബാധകളൊഴിയും കോട്ടകൾ തകരും ആരാധനയിൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാമേശ്വരിയെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. എത്രയെത്ര പ്രാവശ്യം നമ്മൾ ഈ പാട്ട് പാടി ആരാധിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആരാധന ഗാനമാണ്. പക്ഷേ ഈ ഗാനം പാടുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ അതിനകത്ത് നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളവിടെ പാടുന്നത് എന്താണ്?
ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. അപ്പോ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക്, മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല, മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു കാര്യം, ഞാൻ ആരാധിച്ചാൽ എന്താഴിയും? ബന്ധനം. അതുകൊണ്ട് ബന്ധനമുള്ളതല്ല, ഭയങ്കര ആരാധനയായി. കെട്ടുകളഴിയും ആരാധനയായി, ബാധകൾ വഴിയും കോട്ടകൾ തകരും. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ വർഷത്തിലൊക്കെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹോദരങ്ങൾ വർഷം ലീഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർക്കറിയാം മിക്കവാറും കർത്താവിന്റെ നന്മയെ വർണ്ണിച്ചാൽ ആരും കൈയടിക്കാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മിക്കവാറും ആളുകൾ ഈ ആരാധന സമയത്ത് ഏറ്റവും മുട്ടിക്കൊണ്ടുവന്ന് നിർത്തുന്നത് ആരെയാണെന്നറിയാമോ? നിങ്ങൾ കേട്ടിട്ടില്ല? ഇവിടെ അതില്ലായിരുന്നു. ഇവിടെ ഞാൻ കണ്ടില്ല. ആരാധനയ്ക്ക് ആദ്യം മുട്ടിക്കൊണ്ടുവന്ന് നിർത്തുന്നത് പിശാചിനെയാണ്. ഇന്ന് നീ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ ഇപ്പോൾ ദൈവം പൊട്ടിക്കും. നീ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ കെട്ടുകൾ അഴിയും. നീ ഇപ്പൊ അപ്പൊ അതിനനുസരിച്ച് മറ്റൊരു തകർത്ത് ആരാധനയായിരിക്കും. നമ്മുടെ മനസ്സിൽ മൊത്തം എന്താണ്? ഞാൻ ഇപ്പൊ ആരാധിക്കുമ്പോൾ എന്റെ ബന്ധനം മൊത്തം എന്ത് ചെയ്യണം? പക്ഷേ 10 വർഷം മുമ്പുള്ള ബന്ധനം കൊണ്ട് ഇന്നും ഇരിക്കുക, അത് പൊട്ടിയിട്ടില്ല. അപ്പൊ ആരാധിക്കുമ്പോൾ നമ്മുടെ വിചാരം എന്തിനാണ്? ഈ ആരാധിക്കുമ്പോൾ സംഭവിക്കേണ്ടത് ബന്ധനം അഴിയണം, കെട്ടുകൾ അഴിയണം, പാതകൾ ഒഴിയണം, കോട്ടകൾ തകരണം. പക്ഷെ ആരാധനയിൽ എന്തുണ്ട്? ആരാധനയിൽ ഇതെല്ലാം ഉണ്ട്. ആരാധനയിൽ ബന്ധനം അഴിയും, ആരാധനയിൽ കെട്ടുകൾ കൊട്ടും, ആരാധനയിൽ കോട്ടകൾ തകരും, ആരാധനയിൽ വിടുതലുകൾ സംഭവിക്കും. അത് 100% ഉറപ്പായ കാര്യമാണ്. പക്ഷെ നമ്മൾ ആരാധിക്കേണ്ടത് അതിനൊന്നുമല്ല. ആരാധിക്കേണ്ടത് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ്. ബാധകൾ അഴിയാനും കോട്ടകൾ തകരാനും ബന്ധനം അഴിയാനും കെട്ടുകൾ കൊട്ടാനും അല്ല നമ്മൾ ആരാധിക്കേണ്ടത്. ആരാധിക്കേണ്ടത് മുഴുവൻ മഹത്വവും ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കാൻ, ആരാധനയ്ക്ക് യോഗ്യനായവനെ മഹത്വപ്പെടുത്താനാണ് നാം ആരാധിക്കേണ്ടത്. പക്ഷേ ആ ആരാധനയിൽ ഇതെല്ലാം സംഭവിക്കും. പക്ഷേ നമ്മൾ ആരാധിക്കേണ്ടത് ഇതിനു വേണ്ടിയാകരുത്. ഇതിനു വേണ്ടിയാകരുത്. ആരാധിക്കേണ്ടത് അപ്പനോടുള്ള സ്നേഹ നിമിത്തമായിരിക്കണം. എന്താ ആരാധന എന്ന് പറയുന്നത്? നമ്മുടെ പിതാവിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം നിമിത്തം. ആ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹ പ്രകടനമാണെന്ത്? മനസ്സിലായോ? പിതാവിനോടുള്ള സ്നേഹ നിമിത്തം ഒരു ദൈവപൈതലിന് ആ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ നിന്ന് ആ സ്നേഹത്തിന്റെ ആധിക്യം, നമ്മൾ പിതാവിനോട് സ്നേഹം കാണിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ് കൈയടിക്കുന്നതും, ആ പ്രകടനങ്ങളാണ് പാട്ടുപാടുന്നതും, ആ പ്രകടനങ്ങളാണ് നൃത്തം ചെയ്യുന്നതും, ആ പ്രകടനങ്ങളാണ് ആരാധനയുടെ ഭാഗങ്ങളെല്ലാം. അത് സ്നേഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാമോ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ എത്ര പേർ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയിട്ടൊക്കെ എൻ്റെ പിതാവ് വരുമ്പോൾ അവർ പോകുമ്പോഴേ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന ഞങ്ങൾ അപ്പൻ പോകുന്നത് നോക്കിയിരിക്കും. പിന്നെ ഞങ്ങളുടെ ആഗ്രഹം അപ്പൻ എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്നുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും. അപ്പൊ അപ്പൻ മടങ്ങി വരുന്നത് ഞങ്ങൾക്ക് ഏകദേശം സമയം അറിയാം. ഒരു 5 മണിക്കോ 5:30-ക്കൊക്കെ പോയ അപ്പം മടങ്ങി വരും. അപ്പം മടങ്ങി വരുമ്പോ ഞങ്ങൾ നോക്കിയിരിക്കും. ഞങ്ങൾക്ക് ആ സമയം നന്നായിട്ട് അറിയാം. ഞങ്ങൾ നോക്കിയിരിക്കും, അപ്പനെ നോക്കിയിരിക്കും. കാരണം ഞങ്ങൾ നോക്കിയിരിക്കുന്നത് അപ്പനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടൊന്നുമല്ല. ഞങ്ങൾക്കറിയാം അപ്പൻ ദൂരത്തുനിന്നേ വരുമ്പോൾ അപ്പന്റെ കയ്യിൽ 2 പൊതിയുണ്ടാകും. നമ്മുടെ നാടൻ പലഹാരങ്ങൾ എന്തൊക്കെയാണ്? ചിക്കു, ബോണ്ട, നെയ്യപ്പം, പരിപ്പോട, എല്ലാം ഉപവാസമാണല്ലേ? ഓക്കെ, പറഞ്ഞേ. സുഖിയൻ. അപ്പൊ ഈ 2 പൊതി നമുക്ക് ദൂരത്തു നിന്നേ കാണാം. അയ്യോ, എന്തൊരു സ്നേഹമാണെന്നറിയോ? നമ്മളിങ്ങനെ കാത്തിരിക്കും. അപ്പൻ അടുത്തോട്ട് വരുന്നോന്ന് വീടെത്തുന്നില്ല, മിറ്റത്തെത്തുമ്പോഴേക്കും നമ്മൾ ഓടിച്ചെന്ന് അപ്പനെ കെട്ടിപ്പിടിക്കും. അപ്പനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. ആ കാലിൽ അങ്ങ് കെട്ടിപ്പിടിക്കും, ആ ദേഹത്തോട്ട് അങ്ങ് കെട്ടിപ്പിടിക്കും. അപ്പൻ എന്തോ ഒരു സന്തോഷമാണെന്നറിയോ നമ്മുടെ സ്നേഹം കാണുമ്പോൾ. പക്ഷെ അപ്പം പോലും അറിയില്ല. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഈ 2 പൊതി നമ്മൾ കൈകാക്കി. പിന്നെ നമ്മളെ അവിടെ മാഷിക്കിട്ട് നോക്കിയാൽ പിന്നെ നമ്മളെ അവിടെ കാണില്ല. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മളെ കാണണമെങ്കിൽ ആ കടലാസ് ചുരുട്ടി കൂട്ടി പിടിച്ച് എപ്പോഴെങ്കിലും കുറേ സമയം കഴിയുമ്പോൾ നല്ല കട്ടിലിന്റെ അടിയിലും
ഡെസ്കിന്റെ അടിയിൽ നിന്നൊക്കെ കടന്നു വരുമ്പോഴാണ് പിന്നെ അപ്പൻ നമ്മളെ കാണുന്നത്. പക്ഷേ മക്കളെന്നുള്ള നിലയിൽ, ശിശുക്കൾ എന്നുള്ള നിലയിൽ അപ്പൻ കടന്നു വരുമ്പോൾ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങളുടെ കണ്ണുകൾ പരതുന്നത് അപ്പന്റെ കയ്യിലിരിക്കുന്ന പൊതിയിലേക്കാണ്. പക്ഷെ ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പനെ ദൂരെ വെച്ച് കാണുമ്പോൾ, അപ്പൻ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ ഞങ്ങളുടെ അമ്മ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പന്റെ കയ്യിലിരിക്കുന്ന പൊതിയിലേക്കല്ല അമ്മ നോക്കുന്നത്. അമ്മ എപ്പോഴും നോക്കുന്നത് അപ്പന്റെ കണ്ണുകളിലേക്കാണ്. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യം അറിയാം. അപ്പന്റെ മുഖം ക്ഷീണിച്ചിരിക്കുകയാണ്, അപ്പന് വിശക്കുന്നുണ്ടാകും, അപ്പന് അവൻ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടാകും. അമ്മ ആ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. അപ്പന്റെ ആവശ്യം അമ്മയ്ക്ക് അപ്പം തന്നെ മനസ്സിലാകും. അമ്മ ഓടിപ്പോയി അവൻ അടുക്കളയിൽ നിന്ന് നല്ല വെള്ളം എടുത്തുകൊണ്ട് അപ്പനെ കുടിക്കാൻ കൊടുക്കും. അപ്പനോട് പറയും, വേഗം മുഖം കഴിയിട്ട് ഭക്ഷണം കഴിക്കാം. ഇതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, ആവശ്യങ്ങൾക്ക് വേണ്ടി ആരാധിക്കുന്നവൻ എപ്പോഴും ദൈവം തരുന്ന ഗിഫ്റ്റുകളെ, ദൈവം തരുന്ന വിടുതലുകളെ നോക്കിയാണ് നാം പലപ്പോഴും ആരാധിക്കുന്നത്. പക്ഷെ സ്നേഹം നിമിത്തം ആരാധിക്കുന്നവൻ അവന്റെ വിടുതലുകൾക്ക് വേണ്ടി അല്ല ആരാധിക്കുന്നത്, സ്നേഹം നിമിത്തമാണ് ആരാധിക്കുന്നത്. എപ്പോഴെല്ലാം ദൈവത്തെ സ്തുതിച്ചാലും, എപ്പോഴെല്ലാം ദൈവത്തെ ആരാധിച്ചാലും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ശിശുത്വമാണ്. എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ വേണ്ടി മാത്രമുള്ള ഉപവാസം. ഉപവാസം ഇരിക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണോ ഉപവാസിക്കുന്നത്? അതോ അപ്പനോട് കൂടെ കുറച്ച് ദിവസം എനിക്ക് ഇരിക്കണം, തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ എനിക്ക് അല്ലെങ്കിൽ അപ്പനോട് കൂടെ കുറച്ചു നേരം ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണോ ഉപവസിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ വേണ്ടിയാണോ ആരാധിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയെങ്കിൽ ശിശുക്കൾ എന്നുള്ള നിലവാരത്തിൽ നിന്ന് അല്പം പോലും നമ്മൾ ഉയർന്നിട്ടില്ല. എന്നാൽ അതൊക്കെ മറന്ന് അപ്പനോടുള്ള സ്നേഹ നിമിത്തമാണ് അവനെ ആരാധിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, നിനക്കൊരു വളർച്ചയുണ്ട്. ശബ്ദമുയർത്തി കർത്താവിനെ നമ്മൾ സ്തുതിക്കുക. അപ്പൊ ആരാധിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യനും ഈ കൽപ്പന കണ്ടാൽ ഭയപ്പെടാത്ത ആരുമില്ല. ആ കൽപ്പന കടികെട്ടിയായിരുന്നു. അതിൽ ഒന്നെങ്കിലും തെറ്റിച്ചാൽ, അല്ലെങ്കിൽ ഒരു 100 കൽപ്പന ദൈവം ജനത്തിന് കൊടുത്തിട്ട് 99 അവർ പാലിച്ചിട്ട് ഒരെണ്ണം പാലിക്കാതെ പോയാൽ അതിന്റെ ശിക്ഷ ഭയങ്കരമായിരുന്നു. പഴയ നിയമത്തിലെ കൽപ്പനകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ്? ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന്റെ ഭാര്യയെ മോഷ്ടിക്കരുത്, കൂട്ടുകാരനുള്ള ഒന്നിനെയും ആഗ്രഹിക്കരുത്, ശബ്ദനാളിനെ ശുദ്ധീകരിക്കാൻ നോക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ കൽപ്പനകൾ ദൈവം കൊടുക്കുക, കൽപ്പനകൾ കൊടുക്കുക. 10 കൽപ്പന കടുകട്ടിയായിട്ടുള്ള 10 കൽപ്പനയായിരുന്നു. ഇത് മനുഷ്യൻ പാലിക്കാനായിട്ട് പഴയ നിയമത്തിൽ മനുഷ്യൻ കിടന്ന് പെടാപ്പാട് പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. പെടാപ്പാട് പെടുക ഈ കൽപ്പനകളൊക്കെ കൃത്യമായി പാലിക്കാൻ വേണ്ടി. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, 10 കൽപ്പന നിങ്ങൾ വായിച്ചിട്ടില്ലേ? പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മറ്റൊരു കൽപ്പന തരും. ആ കൽപ്പന എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കും. അപ്പൊ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? സ്നേഹം. ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? കൽപ്പനകൾ അനുസരിക്കണമോ? സ്നേഹം ഉണ്ടായാൽ മതി. സ്നേഹമുള്ളവൻ കൊലപാതകത്തിന് പോകുമോ? ഒരുത്തനെ കാണുമ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അവൻ അത്തരത്തിലുള്ള പരിപാടി എന്റെ അടുത്ത് കാണിച്ചത്. പക്ഷേ അവനെ കാണുമ്പോൾ എന്റെ അകത്ത് സ്നേഹം വർദ്ധിക്കുന്നെങ്കിൽ പിന്നെ അവനെ കൊല്ലാൻ തോന്നുമോ? ഏത് കൽപ്പനയാണോ നിങ്ങൾക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്, സ്നേഹം വർദ്ധിച്ചാൽ മതി. ഏത് കൽപ്പനയെയും സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയും. ശബ്ദമുയർത്തി കർത്താവിനെ ഒന്നുകൂടെ ശക്തിയോടെ. ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോ ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുവിൻ, ഫലമുള്ളവരായിരിക്കും എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫലം കായ്ക്കുന്നവരായിരിക്കും. എന്താ ഫലം എന്ന് പറയുന്നത്? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ്. ഒന്ന് വായിച്ചാട്ടെ. 22 വായിച്ചാട്ടെ. ആത്മാവിന്റെ ഫലമോ സ്നേഹം. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മളൊക്കെ പറയുന്നത് എന്താണ്? ആത്മാവിന്റെ
ഫലങ്ങളെന്നാണ്. എന്നാൽ ഇത് ആത്മാവിന്റെ ഫലങ്ങളല്ല. ആത്മാവിനൊറ്റ ഫലമേ ഉള്ളൂ, അത് സ്നേഹമാണ്. ഇത് നമ്മൾ വായിക്കുമ്പോൾ, ഈ വചനം വായിക്കുമ്പോൾ നമ്മളൊരു മരത്തെ നമ്മൾ എന്ത് ചെയ്യണം? കാണണം, മരത്തെ കാണണം. ഒരു വൃക്ഷം, സ്നേഹം എന്ന് പറയുന്ന ഒരു വൃക്ഷം, ആത്മാവിന്റെ ഫലമായ ഒരു വൃക്ഷം. ആ വൃക്ഷത്തിന്റെ പല ശിഖരങ്ങളാണ് ഇതെല്ലാം. സ്നേഹത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട പല ശിഖരങ്ങളാണ്. അല്ലാതെ ഇത് പലതല്ല, ഒന്നാണ്. സ്നേഹത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പല ശിഖരങ്ങളാണിത്. അപ്പം പ്രധാനപ്പെട്ടത് ഏതാണ്? സ്നേഹം. ഇനി അടുത്തത് സന്തോഷം. നിങ്ങൾ നോക്കിക്കേ, സ്നേഹം, സന്തോഷം നഷ്ടപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം അറ്റുപോകുമ്പോഴാണ് എന്ത് നഷ്ടപ്പെടുന്നത്? സന്തോഷം നഷ്ടപ്പെട്ടു പോകും. സ്നേഹമുള്ളിടത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്. സന്തോഷമുള്ളിടത്ത് എന്തുണ്ട്? അപ്പൊ ഇതിനെ രണ്ടിനെയും തമ്മിൽ നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ട്, സന്തോഷമുള്ളിടത്ത് സ്നേഹമുണ്ട്. സ്നേഹമില്ലെങ്കിൽ സന്തോഷിക്കാൻ കഴിയില്ല, സന്തോഷമില്ലാത്തടത്ത് സ്നേഹിക്കാനും കഴിയില്ല. ശരിയല്ലേ? അടുത്തത് സമാധാനം. സമാധാനം. എന്താ സമാധാനം എന്ന് പറഞ്ഞാൽ? നമ്മൾ ദിനംതോറും പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? കുടുംബ തകർച്ചകൾ, കുടുംബ സമാധാനം നഷ്ടപ്പെടുന്നു, കുടുംബ സമാധാനം നഷ്ടപ്പെടുന്നു, കുടുംബങ്ങൾ തകരുന്നു. എന്താണ് കുടുംബങ്ങൾ തകരുന്നത്? കുടുംബ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. കുടുംബാംഗങ്ങൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കന്മാർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത്. അല്ലേ? അപ്പൊ സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ സമാധാനം നഷ്ടപ്പെടും. അവൻ സ്നേഹമുള്ളിടത്ത് സമാധാനം ഉണ്ടാകും, സമാധാനമുള്ളിടത്ത് സ്നേഹവും ഉണ്ടാകും. അടുത്തത് ദീർഘക്ഷമ. ദീർഘക്ഷമ. എന്താ ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ? ദീർഘക്ഷമ. നമുക്ക് ക്ഷമിക്കാനേ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ നമുക്ക് ദീർഘമായി ക്ഷമിക്കാം? ഒരു മനുഷ്യ കർത്താവിനോട് ചോദിച്ചു, എത്ര തവണ സ്നേഹിക്കണം? എത്ര വട്ടം സ്നേഹിക്കണം? കർത്താവ് പറഞ്ഞു, 70 വട്ടം നീ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അത് ദീർഘമായി ക്ഷമിക്കുക, ദീർഘമായി ക്ഷമിക്കുക. ദീർഘമായി ക്ഷമിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? സ്നേഹമുണ്ടാകണം. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദീർഘമായി ക്ഷമിക്കാൻ കഴിയൂ. അതാണ് ഗുരുവിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. സ്നേഹം തീർക്കുന്നില്ല, സ്നേഹമെല്ലാം കൊടുക്കുന്നു, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ദീർഘമായി ക്ഷമിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പകയോ കയ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം. നിങ്ങൾക്ക് ചില ആളുകളുടെ മുഖം ഓർമ്മയിലേക്ക് വരുമ്പോൾ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാകാറില്ലേ? ചില ആളുകളുടെ മുഖം, ചില ആളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ, ചില ആളുകളെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ചിന്തകളിലേക്ക് വരുമ്പോൾ തന്നെ, അവരുടെ മുഖം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുമ്പോൾ തന്നെ ഇറിറ്റേഷൻ തോന്നാറില്ലേ? അല്ലേ? സ്വാഭാവികമായി നമുക്കതെല്ലാവർക്കും ഉള്ള കാര്യമാണ്. ചില ആളുകളുടെ മുഖം ഓർക്കാൻ താല്പര്യമില്ല, ചില ആളുകളെ കുറിച്ച് നമുക്ക് ഓർക്കാൻ താല്പര്യമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ നിന്നും നമുക്കുണ്ടായ തിക്താനുഭവങ്ങൾ മുഖാന്തരം നമുക്ക് ചില ആളുകളെ കുറിച്ച് ഓർക്കാൻ പോലും താല്പര്യമില്ല. പക്ഷേ അവരോട് ദീർഘമായി നമുക്ക് ക്ഷമിക്കാൻ കഴിയും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കർത്താവിനെ പോലെ അവരെ സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക. ആഴമായി സ്നേഹമുള്ളിടത്ത് മാത്രമേ ആഴമായി ക്ഷമിക്കാൻ കഴിയൂ, ആഴമായി ദീർഘമായി ക്ഷമിക്കാൻ കഴിയും. ഈ കൊച്ചുകൂട്ടത്തിന് നടുവിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ക്ഷമയില്ലാത്തത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്താമെന്നല്ലാതെ യാതൊരു ഒരു ഉപകാരവും അത് നിമിത്തമില്ല. പല ആളുകളും ആസ്മ രോഗികളുണ്ട്. ആസ്മ രോഗത്തിന്റെ പിന്നിൽ ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവം, അതിന് വലിയ പങ്ക് ആ രോഗത്തിന്റെ പിന്നിലുണ്ട്. ശ്വാസമുട്ടൽ അത് പിന്നെ ആസ്മയായിട്ട് മാറും. അതിന്റെ പിന്നിൽ, മിക്ക ശ്വാസമുട്ടലിന്റെ പിന്നിൽ ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. അലർജി രോഗങ്ങൾ, അതിന്റെ എല്ലാം പിന്നിൽ ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് ഉള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് രോഗങ്ങൾ വിളിച്ചു വരുത്തും, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പക്ഷെ ക്രിസ്തുവിൽ അവരെ ഓർത്തൊന്ന് ക്ഷമിക്കാനും, ക്രിസ്തുവിൽ അവരെ ഒന്ന് സ്നേഹിക്കാനും കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ നിന്നും താഴ്ചയല്ല സംഭവിക്കുന്നത്, ഉയർച്ചയാണ് സംഭവിക്കുന്നത്.
ഹൃദയംഗമായി ക്ഷമിക്കാൻ എത്ര പേർക്ക് പറ്റും? ഹൃദയംഗമായി ആഴമായി ഒന്ന് സ്നേഹിക്കാൻ, ഹൃദയംഗമായി ക്ഷമിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ ഇതിന് നൽകുന്നു? ക്ഷമിക്കുക, ക്ഷമിക്കുക. അടുത്തത് ദയ. ദയ കാണിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹമില്ലാതെ ആർക്കും ഒന്നും ദയ കാണിക്കാൻ പറ്റില്ല. ദയ കാണിക്കണമെങ്കിൽ നിർബന്ധമായ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. അടുത്തത് പരോപകാരം എന്നുള്ളതിന്റെ ശരിയായ മലയാള വിശദീകരണം എന്താണ്? ജീവകാരുണ്യം എന്നാണ്. ജീവകാരുണ്യം ശരിയായ അളവിൽ ജീവകാരുണ്യം ചെയ്യണമെങ്കിൽ, പരോപകാരം ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ ഒരു 10 രൂപ ഒരു ഭിക്ഷക്കാരന് കൊടുക്കാൻ പറ്റണമെങ്കിൽ അത് എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹമുള്ളിടത്തെ പരോപകാരമുള്ളൂ, സ്നേഹമുള്ളിടത്തെ ജീവകാരുണ്യമുള്ളൂ. ഹല്ലേലൂയ. അടുത്തത് വിശ്വസ്തത. അത് ദൈവത്തോടും മനുഷ്യനോടും. എപ്പോഴാ കുടുംബജീവിതം തകരുന്നത്? എപ്പോഴാ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വസ്തത നഷ്ടപ്പെടുമ്പോഴാണ്. എന്ത് നഷ്ടപ്പെടുന്നത്? സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് വിശ്വസ്തത നഷ്ടപ്പെടുന്നത്. അപ്പം വിശ്വസ്തത ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. അവിടെ വിശ്വസ്തത ഉണ്ടാകത്തുള്ളൂ. വിശ്വസ്തയോടെ ജീവിക്കണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹമുള്ളവരുടെ വിശ്വസ്തരായി ജീവിക്കാൻ കഴിയും. അടുത്തത് സൗമ്യത. അടുത്തത് അപ്പോ ഈ സൗമ്യത എന്നൊക്കെ വെച്ചാൽ അത് യേശുവിന്റെ ഒരു മനോഭാവമായിരുന്നു, യേശുവിന്റെ സ്വഭാവമായിരുന്നു. നിങ്ങളിൽ ആർ വലിയവൻ എന്നുള്ള ഒരു ചിന്ത ശിഷ്യന്മാരുടെയൊക്കെ ഇടയിൽ ഉണ്ടായപ്പോ കർത്താവ് ചെയ്ത കാര്യം, ഞാൻ നിങ്ങളെക്കാളൊക്കെ ഏറ്റവും ചെറിയവനാണ് എന്ന് കാണിക്കാൻ കർത്താവ് ചെയ്ത കാര്യം, തോർത്തെടുത്ത് അരയിൽ കെട്ടി ശിഷ്യന്മാരുടെ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദം കഴിഞ്ഞു. അത് യേശുവിന്റെ സൗമ്യതയും യേശുവിന്റെ താഴ്മയും കാണിക്കുകയായിരുന്നു. സ്നേഹത്താൽ നിറയപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന്, അല്ലാത്തവർക്ക് മുഴുവൻ ഞാനായിരിക്കണം ഏറ്റവും മുകളിൽ, എന്റെ തലയായിരിക്കണം ഏറ്റവും മുകളിൽ, അവരെക്കാളല്ല ഏറ്റവും മുകളിൽ ഞാനാണ്. എന്റെ അത്ര ഒന്നും അവർ വളരില്ല. ആമേൻ. വളരാൻ നമുക്ക് താല്പര്യവുമില്ല. പക്ഷേ സ്നേഹം, തികഞ്ഞ സ്നേഹം അകത്തുണ്ടോ, നമ്മളെക്കാൾ മറ്റുള്ളവരെ നമ്മൾ ശ്രേഷ്ഠരായിട്ടെണ്ണും. അത് കർത്താവിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു. കർത്താവിനെ നമ്മൾ സ്തുതിച്ചാൽ ശബ്ദം ഉയർത്തി ഒന്നുകൂടെ ആഴത്തിൽ കർത്താവിനെ അനുസരിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. സ്നേഹമുള്ളിടത്തെ കർത്താവിനെ നമുക്ക് അനുസരിക്കാൻ കഴിയും. കർത്താവിനെ അനുസരിക്കാൻ കഴിയുന്നത് സ്നേഹമുള്ളിടത്താണ്. നിങ്ങൾ അബ്രഹാമിനോട് ചോദിച്ചു നോക്ക്. അബ്രഹാമേ, ദീർഘമായ 25 വർഷം കാത്തിരുന്ന് കെട്ടിയ വാഗ്ദത്തത്വമാകുന്ന ആ കുഞ്ഞിനെയുമായിട്ട്, ആ ബാലകനുമായിട്ട് സ്വന്തം ഭാര്യയോട് പോലും പറയാതെ അവരെ യാഗമർപ്പിക്കാൻ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവനെ കൊന്നുകളയാൻ, ആ മോറിയ മലയിലേക്ക് പോകുവാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? അബ്രഹാം പറയും, ദൈവം, യഹോവയായ ദൈവം എന്ന് പറയുന്നത് എനിക്കൊരു സാധാരണക്കാരനല്ല. യഹോവയായ ദൈവം എന്ന് പറയുന്നത് എനിക്കൊരു ദൈവമായിട്ടല്ല, മറിച്ച് അവിടുന്ന് എന്റെ സ്നേഹിതനാണ്. യഹോവയായ ദൈവം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്, അബ്രഹാം എന്റെ സ്നേഹിതനാണ്. അവരൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെയാണ് അബ്രഹാമും ദൈവമായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരങ്ങനെ സംസാരിച്ചത് കൊണ്ട് തന്നെ ആ സ്നേഹിതനാകുന്ന ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ മകനെ മോറിയായി എനിക്ക് വേണ്ടി യാഗമർപ്പിക്കണം. ഹല്ലേലൂയ. ഒരു സ്നേഹിതന്റെ വാക്കിനെ മറികടക്കാൻ അബ്രഹാമിന് കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും നോക്കാൻ പറ്റിയില്ല. ഭാര്യയുടെ അനുവാദം ചോദിക്കാനും നിന്നില്ല. കാരണം അപ്പനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യ നിമിത്തം എന്റെ അപ്പം പറയുന്നതിന് അപ്പുറം ഒരു വഴി നടക്കാൻ, ഒരു പടി കടക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള തീരുമാനത്തോടുകൂടെ കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിക്കാൻ അബ്രഹാം തയ്യാറാണ്. ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഹൃദയത്തിൽ ആഴമായി കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ കർത്താവ് പറയുന്നതെന്തും ചോദ്യം ചെയ്യാതെ നമ്മൾ അനുസരിക്കുക. കർത്താവ് നമ്മോട് ഒരു കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ഒട്ടനവധി കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി കാര്യം. ആ കാര്യമല്ല എവിടെയായിരിക്കുന്നത്? കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഏതിനകത്തുണ്ട്? ഈ വചനത്തിനകത്തുണ്ട്. വചനം അനുസരിക്കുന്നവൻ ആരെ അനുസരിക്കുന്നു? വചനം അനുസരിക്കുന്നവൻ കർത്താവിനെ അനുസരിക്കുന്നു.
കർത്താവിനെ അനുസരിക്കുന്നവൻ വചനം അനുസരിക്കും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മൾ വചനം അനുസരിക്കുമ്പോൾ നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? നമ്മൾ കർത്താവിനെയാണ് അനുസരിക്കുന്നത്. നമ്മൾ കർത്താവിനെ അനുസരിക്കുമ്പോൾ നമ്മൾ എന്തനുസരിക്കുന്നു? നമ്മൾ വചനം അനുസരിക്കുന്നു. സഹോദരങ്ങളെ, ഈ വചനത്തിൽ കാണുന്നത് ഒന്നും, ആമേൻ, ഒരു കൽപ്പനയും ഈ വചനത്തിൽ കാണുന്ന ഒന്നും നമുക്ക് അനുസരിക്കാൻ കൊള്ളാത്തതായിട്ട് ഒരു വലിയ ഭാരമാണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇത് ഏതും നമുക്ക് അനുസരിക്കാൻ ഉള്ള കാര്യം മാത്രമേ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. അതനുസരിക്കാൻ നമുക്ക് ഈസിയായി കർത്താവിന്റെ വചനം പ്രമാണിക്കാൻ, ഈസിയായി കർത്താവിനെ പിൻപറ്റാൻ, ഈസിയായി അവന്റെ പുറകെ നടക്കാൻ, ഈസിയായി നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: കർത്താവിനെ അനുസരിക്കുക. കർത്താവിനെ അനുസരിക്കുക. ഈസിയായി കർത്താവിനെ അനുസരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ: കർത്താവിനെ സ്നേഹിക്കുക. കർത്താവിനെ സ്നേഹിക്കുന്നവന് കർത്താവ് പറയുന്നതൊന്നും കട്ടിയായി തോന്നുകയില്ല. കർത്താവിനെ സ്നേഹിക്കുന്നവന് കർത്താവ് പറയുന്നതൊന്നും വലിയ കാര്യങ്ങളായി തോന്നുകയില്ല. നമുക്ക് അനുസരിക്കാൻ കൊള്ളാകുന്നത് മാത്രമേ അപ്പൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. നാം ചെയ്യേണ്ടത് അവനെ, ആമേൻ, സ്നേഹിക്കുക, കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കുക. ശബ്ദമുയർത്തി കർത്താവിനെ നമ്മളോട് നന്നായിട്ട് കർത്താവിനെ. അപ്പോ സ്നേഹത്തിനകത്ത് അടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. സമയത്രയായി? അപ്പൊ ഇനി ബാക്കി നമുക്ക് നാളെ, മറ്റന്നാള്, പിന്നെ ഓക്കെ, ചൊവ്വാഴ്ച അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ അത് കേൾക്കാനായിട്ട് വരണം. അത് കേൾക്കുക.